എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള പരിപ്പെടുക്കാം. അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലിട്ട് അതിലേക്ക് 2 തണ്ട് പച്ചമുളക് നടുവേ കീറിയതും ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി കുതിർക്കാനായിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കണ ഒരു നെല്ലിക്കയുടെ ഒരു വലുപ്പത്തിലുള്ള പുളി ഒരു പാത്രത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് നമ്മുടെ കയ്യിലുള്ള കഷ്ണങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളും ഇപ്പം ഞാനിവിടെ എടുത്തേക്കണത് ക്യാരറ്റ്, മത്തങ്ങ, ഉരുളൻകിഴങ്ങ്, സവാള, മുരിങ്ങക്കായ, വഴുതനങ്ങ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം നമുക്ക്. അത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇതൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്കുള്ള പൊടികൾ നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം. എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കഷ്ണത്തിലേക്ക് പരിപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ മത്തങ്ങയുടെ കഷ്ണമൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ച് കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ സാമ്പാറിന് ഒരു നല്ല കൊഴുപ്പൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ചൂടാക്കി വെച്ച പൊടികളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഈ സമയത്ത് നമുക്ക് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം കൂടി ചേർത്തിട്ട് ഇതിന് നല്ല കട്ടി തോന്നുകയെന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കറക്റ്റാണോ നോക്കിയിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ കഷ്ണങ്ങളും പരിപ്പും വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുള്ള കാരണം പുളിവെള്ളം കൂടി ചേർത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വറവിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറിയുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി ഒന്ന് വഴറ്റി കൊടുക്കുക. ആ വഴറ്റി കൊടുത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് വരുന്ന സമയത്ത് നമുക്കിത് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് 3 വറ്റൽമുളക് നടുവേ കീറിയതും കൂടി ഇട്ടാൽ കുറച്ച് കായം കൂടിയും ചേർത്ത് വേപ്പിൻ്റെ ഇല ഇട്ട് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് ഒരു നുള്ള് പഞ്ചസാരയും കൂടി ചേർക്കുക. എരിവും പുളി ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അതും കൂടി ചേർത്താൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.